السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയ സഹോദരങ്ങൾ, അല്പനേരം ബൈലക്സിന്റെ ചില പ്രശ്നങ്ങൾ കാരണം കയറാൻ സാധിച്ചില്ല. സൂറത്തുൽ ബഖറയിലെ 63-64 ആയത്തുകൾ ഇന്നലെ നാം വിശദീകരിക്കുകയുണ്ടായി. അതിന്റെ പാരായണ വ്യാകരണ നിയമങ്ങൾ പൂർത്തിയാക്കുകയുണ്ടായി. അതിലടങ്ങിയ ആശയമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. ബനു ഇസ്രായേൽ വിഭാഗത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് അല്ലാഹു നൽകിയ ധാരാളം അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളോട് അവർ കാണിച്ച നിഷേധവും നന്ദികേടും, അതാണ് ഈ സൂറത്തുൽ ബഖറയിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം എന്നത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുവാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തു. ആ സന്ദർഭത്തിലും അവർ നിഷേധികളായി. അതിനു മുമ്പ് തന്നെ അവർക്ക് വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിലും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരിലേക്ക് വേദഗ്രന്ഥമായി കടന്നു വന്നപ്പോഴും അവർ നിഷേധികളായി. ഇങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോടേറെ നന്ദി കാണിക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ നന്ദികേട് കാണിക്കുകയായിരുന്നു ബനു ഇസ്രായേൽ ചെയ്തത് എന്ന കാര്യം നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ആയത്തുകളിലും പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تَتَّقُونَ. നിങ്ങളോട് നിങ്ങളുടെ ഉറപ്പ് അഥവാ കരാർ നാം വാങ്ങുകയും നിങ്ങളുടെ മീതെ തൂർ അഥവാ പർവ്വതം നാം ഉയർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ അല്ലെങ്കിൽ അവരോട് വാങ്ങിയ ഒരു കരാറിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നു. ഈ കരാറ് എന്താണ്? ഈ കരാറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാമെന്ന ഉറപ്പാണ് യഥാർത്ഥത്തിൽ ഈ കരാറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സന്ദർഭത്തിൽ അവരിലേക്കുള്ള ഒരു ദൃഷ്ടാന്തമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വറഫഅനാ ഫൗഖകും അത്തൂർ
പർവ്വതത്തെ നാം ഉയർത്തുകയും ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. സൂറത്ത് ആറാഫിലെ 171 വചനത്തിലും ഈ ആശയം പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ആറാഫിൽ അവിടെ പറഞ്ഞത് وَإِذْ نَتَقْنَا الْجَبَلَ فَوْقَهُمْ كَأَنَّهُ ظُلَّةٌ وَظَنُّوا أَنَّهُ وَاقِعٌ بِهِمْ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تَتَّقُونَ എന്നാണ്. ഇവിടെ وَإِذْ نَتَقْنَا الْجَبَلَ فَوْقَهُمْ, അതായത് അവരുടെ മീതെ മലയെ നാം പുഴക്കിയ സന്ദർഭം ഓർക്കുക എന്നാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ അവരിലേക്ക് وَإِذْ نَتَقْنَا الْجَبَلَ فَوْقَهُمْ كَأَنَّهُ ظُلَّةٌ وَأَنَّهُ وَاقِعٌ بِهِمْ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിൽ വിശദീകരിക്കുന്നു. ഇവിടെ അള്ളാഹു നൽകുന്ന ബനു ഇസ്രായേൽ വിഭാഗത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ദൃഷ്ടാന്തത്തെക്കുറിച്ച് തന്നെയാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പഠിച്ച ചില ആയത്തുകളിൽ وَإِذْ وَعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ وأنتم ظالمون. അതുപോലെ തന്നെ അതിനു മുമ്പ് وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنظُرُونَ. അതിനുശേഷം وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ ذَلِكُمْ خَيْرٌ لَكُمْ عِندَ بَارِئِكُمْ فَتَابَ عَلَيْكُمْ إِنَّهُ هُوَ التَّوَّابُ الرَّحِيمُ. ധാരാളം കാര്യങ്ങൾ. അതുപോലെ തന്നെ وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنظُرُونَ. പശുക്കുട്ടിയെ സ്വീകരിച്ചത് നിമിത്തം അതുവഴി അവരോട് അല്ലാഹു പറഞ്ഞ ഫഖ്തുലു അൻഫുസക്കും, നിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുക, പരസ്പരം വധിക്കുക, അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് നിങ്ങളുടെ രക്ഷിതാവിങ്കൽ. അതിനുശേഷം അവരാവശ്യപ്പെട്ടത് അള്ളാഹുവിനെ ജഹ്റത്തായിക്കൊണ്ട്, അള്ളാഹുവിനെ നേർക്കുനേരെ ഞങ്ങൾ കാണുന്നത് വരെ ഞങ്ങൾ തന്നിൽ വിശ്വസിക്കുകയില്ല, താങ്കളിൽ വിശ്വസിക്കുകയില്ല. അങ്ങനെ അവരെ ഇരുത്തി ബാധിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്തു. ഇവിടെ യഥാർത്ഥത്തിൽ ഈ സംഭവം വഇദ് അഖദ്നാ മീസാഖക്കും വറഫഅനാ ഫൗഖക്കും അത്തൂർ എന്നതും വഇദ് നതഖ്നൽ ജബല ഫൗഖഹും കഅന്നഹും ളുല്ലത്തുൻ വظنوا അന്നഹു വാഖിഉൻ ബിഹിം എന്ന ആയത്തും, ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തരുന്നത്, സൂറത്തുൽ അറാഫിൽ പറഞ്ഞത് നാം പർവ്വതത്തെ അവർക്ക് മീതെ ഒരു കുടയെന്നോണം ഉയർത്തി നിർത്തുകയും അത് അവരുടെ മേൽ വീഴുക തന്നെ ചെയ്യുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. നാം നിങ്ങൾക്ക് നൽകിയത്
മുറുകെ പിടിക്കുകയും അതിലുള്ളത് നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുക. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം. അപ്പോ ആ ഒരു പർവ്വതത്തെ അള്ളാഹു ഉയർത്തി. ആ പർവ്വതം ഏതാകുന്നു എന്നത് ഈ ആയത്തിൽ നിന്ന് നേർക്കുനേരെ വ്യക്തമല്ല. എന്നാൽ മുഫസ്സിറുകളിൽ ചിലർ അത് സീന പർവ്വതത്തെ ഉയർത്തി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, അതല്ല ഏതോ ഒരു പർവ്വതത്തെ ഉയർത്തി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പർവ്വതം എന്നാണ്. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഭാഷാപരമായി തന്നെ തൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പർവ്വതം എന്നാകുന്നു. അപ്പൊ ഈ സംഭവത്തെ ചുരുക്കി പറയുമ്പോൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ ഒരു പർവ്വതത്തെ ഉയർത്തി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അത് ഒരു കുട പോലെയായിരുന്നു. കഅന്നഹു ഗുല്ലത്തുൻ എന്ന് സൂറത്തുൽ അറാഫിൽ പറയുമ്പോൾ ആ രൂപത്തിൽ അവർക്കത് ഉയർത്തി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കപ്പെട്ട അവന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച്, അവൻ അവർക്ക് നൽകിയ വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് അതിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി അവർക്ക് കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തമായിരുന്നു അത് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ അവരുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഏതെങ്കിലും ശിക്ഷ എന്ന അർത്ഥത്തിലല്ല. ഇങ്ങനെയായിട്ടും ഇത്രയും വലിയ ദൃഷ്ടാന്തം അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും ഖുദൂമാ ആതൈനാകും ബിഖുവ്വത്തിൻ വദ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് നാം നൽകിയതിനെ നിങ്ങൾ ഫലത്തോടെ എടുത്ത് സ്വീകരിച്ചു കൊള്ളുവിൻ, അതിലുള്ളതിനെ നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. അതായത് നിങ്ങൾക്ക് നാം നൽകിയതിനെ നിങ്ങൾ ഫലത്തോടെ സ്വീകരിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗറാത്ത്, അതുപോലെ തന്നെ തൗറാത്തിലടങ്ങിയ ആശയം, അതിലടങ്ങിയ വിശ്വാസം, അതിലടങ്ങിയ കർമ്മങ്ങൾ, അതനുസൃതമായ ജീവിതം, അത് നിങ്ങൾ ശക്തമായി പിടിക്കുകയും അതിലുള്ളതിനെ നിങ്ങൾ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുക. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ ഒരു വിഷയമേ അല്ല. ഒരുപാട് കണ്ട് ഒരുപാട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടും അവരുടെ ഹൃദയത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക, പിന്നീട് നിങ്ങൾ അതിനുശേഷം നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. ഇതൊക്കെ സംഭവിച്ചിട്ടും ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടും നിങ്ങൾ തിരിഞ്ഞു കളയുകയാണ് ഉണ്ടായത്. ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അള്ളാഹുവിന്റെ ദയയും അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ അനുഗ്രഹവും നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകുമായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ ധാരാളം അനുഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് ഈ ബനു ഇസ്രായേൽ വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ യാ ബനി ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ എന്ന് പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ യാ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽ വിഭാഗമേ, ഉദ്കുറൂ നിഅമതി അല്ലതി, എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് മേൽ ഞാൻ നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. യാ ബനി ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുകും, ഞാൻ നിങ്ങളെ ഉയർത്തുകയും ചെയ്തു അലൽ ആലമീൻ, ശ്രേഷ്ഠരാക്കുകയും ചെയ്തു അലൽ ആലമീൻ, ലോകർക്കുമേൽ. അപ്പോൾ അള്ളാഹു ലോകർക്കുമേൽ അവർക്ക് നൽകിയ ഒരു ഔന്നത്യവും ശ്രേഷ്ഠതയും അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മറ്റ് ധാരാളം അനുഗ്രഹങ്ങളെ കുറിച്ചും സ്മരിക്കാനാണ് പറഞ്ഞത്. അതുതന്നെയാണ് ഇവിടെയും ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു. അവിടെ നിഅമതി എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ റഹ്മതുഹു എന്നാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്ന അർത്ഥത്തിൽ. അപ്പോ അള്ളാഹുവിൽ ഉള്ള ധാരാളം ഔദാര്യം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർക്കില്ലായിരുന്നുവെങ്കിൽ അവർ നഷ്ടകാരികളിൽ പെട്ടുപോകുമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യക്തമാക്കുന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അമാനി മൗലവി പറയുന്ന ഭാഗം കൂടി നമ്മൾ ശ്രവിക്കുക. അത് ഏറ്റവും പ്രസക്തമായ, അദ്ദേഹം വളരെ അല്പം ദീർഘിച്ച് തന്നെ ഈ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. വമ്പിച്ച ദൃഷ്ടാന്തങ്ങൾ നേരിൽ കാണുകയും വിധിവിലക്കുകൾ അനുസരിച്ചു കൊള്ളാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ട് പിന്നെയും അനുസരണക്കേടിൽ തന്നെ ഇസ്രായേല്യർ മുഴുകിക്കൊണ്ടിരുന്നതിന് വേറൊരു ഉദാഹരണമാണ് ഈ വചനത്തിൽ കാണുന്നത്.
ഈ സംഭവം അന്നത്തെ ഇസ്രായേലിയർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് കൊണ്ടായിരിക്കാം അധികം വിശദീകരിക്കപ്പെടാതിരുന്നത്. മീസാഖ് എന്ന വാക്കിന് ഉടമ്പടി, ഉറപ്പ്, കരാർ എന്നൊക്കെ അർത്ഥം നൽകാം. സത്യം ചെയ്തോ പ്രതിജ്ഞ വഴിയോ ഉറപ്പിക്കുന്ന കരാർ എന്നാണ് ഇമാം റാഗിബ് അതിന് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. തൂർ എന്നാൽ പർവ്വതം എന്നർത്ഥം. സൂറത്ത് ആറാഫ് 171 ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അൽ ജബൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അൽ എന്ന അവ്യയം ചേർത്ത് അത്തൂർ എന്ന് പറയുമ്പോൾ അത് സീനാ പർവ്വതത്തെ ഉദ്ദേശിച്ചായിരിക്കുവാനും സാധ്യതയുണ്ട്. അതിനാൽ വറഫഅനാ ഫൗഖകും തൂർ, നിങ്ങളുടെ മീതെ നാം തൂർ ഉയർത്തി എന്ന് പറഞ്ഞതുകൊണ്ട് സീനാ പർവ്വതത്തെ ഉയർത്തി എന്നാണെന്ന് ചിലരും ഏതോ ഒരു പർവ്വതത്തെ ഉയർത്തി എന്നാണെന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നു. രണ്ടിൽ ഏതായിരുന്നാലും പർവ്വതത്തിന്റെ പേർ അറിയുന്നതിൽ പ്രത്യേകം പ്രയോജനമൊന്നുമില്ലല്ലോ. അമാനി മൗലവി ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇവിടെ വൈദ അഖദ്നാ മീസാഖക്കും, നിങ്ങളുടെ മീസാഖ് ഉറപ്പ് നാം വാങ്ങിയപ്പോൾ എന്ന് അള്ളാഹു പറയുമ്പോൾ, മീസാഖ് എന്ന് പറഞ്ഞാൽ ശക്തമായ ഉടമ്പടി, ഉറപ്പ്, കരാർ, അതായത് ഒരു സത്യം ചെയ്തുകൊണ്ട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഉറപ്പിക്കുന്ന കരാർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം റാഗിബിനെ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി അമാനി മൗലവിയുടെ അടുത്ത് പറയുന്നു. പിന്നെ തൂർ എന്നാൽ പർവ്വതം എന്നാണ് അർത്ഥം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ആറാഫിൽ ഇത് സംബന്ധമായി പറഞ്ഞപ്പോൾ ജബൽ, തൂർ എന്നതിന് പകരം ജബൽ എന്നാണ് പ്രയോഗിച്ചത് എന്ന് നാം ഇവിടെ ഓതുകയും ചെയ്തു. വൈദ നതഖ്നൽ ജബല ഫൗഖഹും കഅന്നഹു ദുല്ലത്തുൻ, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് അവിടെ പ്രയോഗിച്ചത്. പിന്നെ ഇവിടെ അൽ ജബൽ എന്ന് അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അൽ തൂർ അല്ലെങ്കിൽ അൽ ജബൽ അത് മഅരിഫയായിട്ടാണ് ഉപയോഗിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ അൽ എന്ന അവ്യയം ചേർത്ത് അത്തൂർ എന്നോ അല്ലെങ്കിൽ അൽ ജബൽ എന്നോ പറയുമ്പോൾ അത് സീനാ പർവ്വതത്തെ ഉദ്ദേശിച്ചായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വൈദ് നതഖ്ന ജബലൻ എന്നോ അല്ലെങ്കിൽ വൈദ് അഖദ്നാ മീസാഖും വറഫഅനാ ഫൗഖകും തൂറൻ എന്നോ പറയാമായിരുന്നല്ലോ എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അൽ എന്ന അവ്യയം ചേർത്ത് അത് അത്തൂർ എന്നാക്കി മഅരിഫയാക്കി പറയുമ്പോൾ അതൊരു പ്രത്യേക പർവ്വതത്തെ ഉദ്ദേശിച്ചായിരിക്കുമല്ലോ, അത് സീനാ പർവ്വതത്തെ ഉദ്ദേശിച്ചായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മറ്റു മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടതിന് അദ്ദേഹവും ഇവിടെ എടുത്തു പറയുകയാണ്. അതിനാൽ വറഫഅനാ ഫൗഖകും തൂർ എന്ന് പറഞ്ഞതുകൊണ്ട് സീനാ പർവ്വതത്തെ ഉയർത്തി എന്നാണ് എന്ന് ചിലരും. എന്നാൽ അങ്ങനെയല്ല, അത് ഏതോ ഒരു പർവ്വതത്തെ ഉയർത്തി എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അഭിപ്രായപ്പെടുന്നു. രണ്ടിൽ ഏതായിരുന്നാലും പർവ്വതത്തിന്റെ പേർ അറിയുന്നതിൽ പ്രത്യേകം പ്രയോജനമൊന്നുമില്ലല്ലോ എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ആ കാര്യം പ്രത്യേകം അടിവരയിട്ട് പറയുകയാണ്. ഒരു പർവ്വതത്തിന്റെ പേര് പറയുക അല്ലെങ്കിൽ പേരറിയുക, ആ പർവ്വതം ഏതായിരുന്നു, ആ താഴ്വരയുടെ പേര് എന്തായിരുന്നു, ഇങ്ങനെ തുടങ്ങി കുറെ പേരുകൾക്ക് പിറകെ പോവുക എന്നതല്ല വിശുദ്ധ ഖുർആൻ ഒരു ചരിത്രം വിശദീകരിക്കുമ്പോൾ അതിന്റെ പിറകിലുള്ളത്. മറിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുണ്ട്. ആ പാഠത്തെയാണ്, അതിലാണ് പ്രയോജനമുള്ളത്. നമ്മള് ഇൽമ്, നാഫിആയ ഇൽമ് എന്ന് പറയുമ്പോൾ കുറെ പേരുകൾ പഠിച്ചു, അതല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിൽ നിന്ന് മനുഷ്യർക്ക് എന്ത് ഗുണപാഠമുണ്ട്, അതിലാണ് കാര്യമുള്ളത് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. സാധാരണ പലപ്പോഴും വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും അതുപോലെ സൂറത്തുകളും ഒക്കെ എടുത്തുകൊണ്ട് പല ആളുകളും പലതരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതിൽ യാതൊരു അർത്ഥമില്ല. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ട അക്ഷരമേത്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ അക്ഷരമേത്, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ തുടങ്ങി അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കുറെ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും അതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്നതിലാണ് പലപ്പോഴും പല ആളുകൾക്കും താല്പര്യമുള്ളത്. അതിൽ വ്യാപൃതരാവുക. എന്നാൽ ഖുർആൻ പഠിപ്പിച്ച യഥാർത്ഥ സന്ദേശത്തെ വിസ്മരിച്ച് കളയുകയും ചെയ്യുക. എന്നാൽ അതിന് യാതൊരു മാതൃകയില്ല. സഹാബത്തോ അതുപോലെ തന്നെ താബിഈകളോ ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതിലായിരുന്നില്ല താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. മറിച്ച് ഖുർആൻ നൽകുന്ന സന്ദേശം, ഖുർആൻ പഠിപ്പിക്കുന്ന അമലുകൾ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ഖുർആന്റെ സ്വഭാവം അത് ജീവിതത്തിലേക്ക് എടുക്കുകയും ചെയ്യുക.
ഇതിലായിരുന്നു അവർ താല്പര്യം കാണിച്ചിരുന്നത് എന്നുകൂടി സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ സീനാ പർവ്വതത്തെ എന്നോ അല്ലെങ്കിൽ മറ്റ് ഒരു പർവ്വതത്തെ എന്നോ എന്തുമാവട്ടെ അത് അറിയുന്നതിലല്ലല്ലോ കാര്യം എന്നാണ് അമാനി മൗലവി ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുശേഷം അമാനി മൗലവി വീണ്ടും തുറന്നുകൊണ്ട് പറയുന്നു, പരിഭാഷയിൽ കണ്ടതുപോലെ അഹദ്നാ മീസാഖക്കും നിങ്ങളുടെ ഉറപ്പ് നാം വാങ്ങി എന്നും വറഫഅനാ ഫൗഖക്കും അത്തൂറ നിങ്ങളുടെ മീതെ പർവ്വതത്തെ നാം ഉയർത്തുകയും ചെയ്തു എന്നുമുള്ള വാക്യങ്ങൾ രണ്ടും വെവ്വേറെ വാക്യങ്ങളായും രണ്ടും ചേർന്ന് ഒരേ വാക്യമായും വ്യാഖ്യാതാക്കൾ അവക്ക് അർത്ഥം കൽപ്പിച്ചു കാണാം. ഒരേ വാക്യമാകുമ്പോൾ നിങ്ങളുടെ മീതെ നാം പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ ഉറപ്പ് വാങ്ങിയ സന്ദർഭം ഓർക്കുക എന്നായിരിക്കും അർത്ഥമായിരിക്കുക. ഈ വചനത്തിലെയും ഈ സംഭവത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന മറ്റു വചനങ്ങളിലെയും വാക്കുകളും ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പ്രസ്താവനകളും പരിശോധിക്കുമ്പോൾ ഈ വചനത്തിന്റെ താല്പര്യം ഇങ്ങനെ മനസ്സിലാക്കാം. ഇസ്രായേലിയർ അള്ളാഹുവിലും മൂസാ നബിയിലും വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് തൗറാത്തിലെ വിധിവിലക്കുകൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ അതിൽ അവർ വീഴ്ച വരുത്തുകയും അതിനെ അഗണ്യമാക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു ദൃഷ്ടാന്തമാണ് പർവ്വതം ഉയർത്തൽ. തങ്ങളുടെ മേൽ അത് വീണേക്കുമോ എന്നവർ ഭയപ്പെട്ടു. ഈ അവസരത്തിൽ തൗറാത്തിനെ മുറുകെ പിടിക്കണമെന്നും അതിലെ വിധിവിലക്കുകൾ ശരിക്ക് പാലിക്കണമെന്നും അവരോട് അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ ചെയ്തു കൊള്ളാമെന്ന് അവർ ഉറപ്പു നൽകുകയും ചെയ്തു. എന്നിട്ട് പിന്നെയും അവർ പഴയപടി തന്നെ അതെല്ലാം അവഗണിക്കുകയാണ് ചെയ്തത്. എങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നിമിത്തം അവരെ അവൻ എല്ലാം നഷ്ടപ്പെട്ടവരാക്കിയില്ല. അപ്പൊ ഇവിടെ വഇദ് അഖദ്നാ മീസാഖക്കും വറഫഅനാ ഫൗഖക്കും അത്തൂറ എന്ന ആയത്ത് അത് രണ്ട് സംഭവമാക്കിക്കൊണ്ടല്ല, അത് അത്ഫ് ചെയ്തുകൊണ്ട് വറഫഅന എന്നത് അത്ഫ് ചെയ്തുകൊണ്ട് ഓതേണ്ടതുണ്ട്. വഇദ് അഖദ്നാ മീസാഖക്കും നിങ്ങളുടെ ഉറപ്പ് കരാർ നാം വാങ്ങിയ സന്ദർഭത്തെ ഓർക്കുക എന്നത് ഒരു സംഭവവും വറഫഅനാ ഫൗഖക്കും അത്തൂറ നിങ്ങളുടെ മേൽ തൂർ പർവ്വതത്തെ നാം ഉയർത്തുകയും ചെയ്ത സന്ദർഭത്തെ ഓർക്കുക എന്നത് രണ്ട് സംഭവമായിട്ടല്ല മുഫസ്സിറുകൾ പറയുന്നത് എന്ന് അമാനി മൗലവി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പരിഭാഷയിൽ കണ്ടതുപോലെ, പരിഭാഷയിലും അദ്ദേഹം നൽകിയത് അപ്രകാരമാണ്. അദ്ദേഹം നൽകിയ പരിഭാഷ ഇപ്രകാരമാണ്: നിങ്ങളോട് നിങ്ങളുടെ ഉറപ്പ് അഥവാ കരാർ നാം വാങ്ങുകയും നിങ്ങളുടെ മീതെ തൂർ പർവ്വതം നാം ഉയർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. മനസ്സിലായോ? അപ്പോ അങ്ങനെയാണ്. അപ്പോ ആ പരിഭാഷയിൽ കണ്ടതുപോലെ നിങ്ങളുടെ ഉറപ്പ് നാം വാങ്ങി എന്നും നിങ്ങളുടെ മീതെ പർവ്വതത്തെ നാം ഉയർത്തുകയും ചെയ്തു എന്നുമുള്ള വാക്യങ്ങൾ രണ്ടും വെവ്വേറെ വാക്യങ്ങളായും രണ്ടും ചേർന്ന് ഒരേ വാക്യമായും വ്യാഖ്യാതാക്കൾ അവർക്ക് അർത്ഥം കൽപ്പിച്ച് കാണാം. ഒരേ വാക്യമാകുമ്പോൾ നിങ്ങളുടെ മീതെ നാം പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ ഉറപ്പ് വാങ്ങിയ സന്ദർഭം ഓർക്കുക എന്നാണ്. അപ്പോൾ മാനുമൗലിയുടെ രണ്ട് കാര്യങ്ങളായിട്ട് രേഖപ്പെടുത്തുന്നു. എന്നാൽ ചില മുഫസ്സിറുകൾ അത് രണ്ടിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മീതെ നാം പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ ഉറപ്പ് വാങ്ങിയ സന്ദർഭം ഓർക്കുക എന്ന്. ഈ വചനത്തിലെയും ഈ സംഭവത്തെ കുറിച്ച് പ്രസ്താവിക്കുന്ന മറ്റ് വചനങ്ങളിലെയും വാക്കുകൾ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പ്രസ്ഥാനങ്ങളും പരിശോധിക്കുമ്പോൾ ഈ വചനത്തിന്റെ താല്പര്യം എന്താണ്? അത് ഇങ്ങനെയാണെന്നുള്ളത്. അതായത് ഇസ്രായേലിയർ അള്ളാഹുവിലും മൂസാ നബിയിലും വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് തൗറാത്തിലെ വിധിവിലക്കുകൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ മൂസാ നബിയിൽ വിശ്വസിച്ച ഒരു ജനതയാണ്. ഏത് പ്രവാചകനിലാണോ അവർ വിശ്വസിക്കുന്നത് ആ പ്രവാചകന് അവതരിപ്പിക്കപ്പെടുന്ന വേദഗ്രന്ഥം ഏതാണോ ആ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കൽ അവർക്ക് നിർബന്ധമാണ്. എന്നാൽ അതിൽ അവർ വീഴ്ച വരുത്തുകയും അതിനെ അഗണ്യമാക്കുകയും ചെയ്തു. അതിനെ പരിഗണിക്കാതെ അതിൽ വീഴ്ച വരുത്തി. അത് നമുക്കറിയാം, ഒരുപാട് ഇതിനകം തന്നെ ഇതിനു മുമ്പ് നമ്മൾ വിശദീകരിച്ച ആയത്തുകളിലൊക്കെ തന്നെ ധാരാളം അത് നാം കാണുകയും ചെയ്തു. എന്തിനേറെ വിശ്വാസപരമായ കാര്യങ്ങളിൽ പോലും അവര് മൂസാ നബി കൊണ്ടുവന്ന അല്ലെങ്കിൽ മൂസാ നബിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഈ വേദഗ്രന്ഥത്തിന്റെയും അതുപോലെ അറിവിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ഏകദൈവ വിശ്വാസത്തിന് തൗഹീദിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ പോലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. പശുക്കുട്ടിയെ ആരാധിച്ചും
അതുപോലെ തന്നെ പ്രവാചകൻ അവരോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ ധിക്കരിച്ചുമൊക്കെ അവർ ആ രൂപത്തിൽ തന്നെയാണ് ജീവിച്ചത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അവർക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു ദൃഷ്ടാന്തമാണ് പർവ്വതം ഉയർത്തൽ എന്നാണ് അമാനി മൗലവി ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ അവർക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു ദൃഷ്ടാന്തമാണ് പർവ്വതം ഉയർത്തൽ. അപ്പൊ ഇനിയും ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകനിൽ വിശ്വസിക്കുക, ആ പ്രവാചകൻ കൊണ്ടുവന്ന വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുക എന്നുള്ളതിന്റെ ഗൗരവം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവിടെ അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു ദൃഷ്ടാന്തമാണ് ഈ പർവ്വതം ഉയർത്തൽ. അങ്ങനെ പർവ്വതം ഉയർന്നപ്പോൾ അതെന്താണ്, തങ്ങളുടെ മേൽ അത് വീണേക്കുമോ എന്നവർ ഭയപ്പെട്ടു. അതാണ് ഈ അവസരത്തിൽ തൗറാത്തിനെ മുറുകെ പിടിക്കണമെന്നും അതിലെ വിധിവിലക്കുകൾ ശരിക്ക് പാലിക്കണമെന്നും അവരോട് അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ ചെയ്തു കൊള്ളാമെന്ന് അവർ ഉറപ്പു നൽകുകയും ചെയ്തു. എന്നിട്ട് പിന്നെയും അവർ പഴയപടി തന്നെ അതെല്ലാം അവഗണിക്കുകയാണ് ചെയ്തത്. ഈ വാക്കെടുത്തു, ഈ പ്രതിജ്ഞ എടുത്തു, പർവ്വതത്തെ ഉയർത്തി കാണിച്ചു. അതിനുശേഷം അവർക്ക് ഭയമുണ്ടായി. അവർ തൗറാത്തനുസരിച്ച് ജീവിക്കാമെന്ന് അവർ വാക്ക് പറഞ്ഞു, ഉടമ്പടിയിൽ ഏർപ്പെട്ടു, അള്ളാഹുവിന് ശക്തമായ കരാർ നൽകി. ഇതൊക്കെ ചെയ്തു. പക്ഷേ അവർ വീണ്ടും പഴയപടിയിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നിമിത്തം അവൻ എല്ലാം നഷ്ടപ്പെട്ടവരാക്കിയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അത് അമാനി മൗലവിയുടെ എടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. ഇനി അമാനി മൗലവി തുറന്നുകൊണ്ട് പറയുന്നു, അള്ളാഹുവിനെ പ്രത്യക്ഷത്തിൽ കാണണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടതും അതിനെ തുടർന്ന് ഇടുത്തി ബാധിച്ചതും മറ്റും എടുത്തു പറഞ്ഞ ശേഷമാണ് സൂറത്ത് നിസാ 184 അള്ളാഹു ഈ സംഭവത്തെ പറ്റി വറഫഅനാ ഫൗഖഹുമു ത്തൂറ ബിമീസാഖിഹിം എന്ന് പറഞ്ഞത്. അതായത് സൂറത്ത് നിസാഇൽ يسألك أهل الكتاب أن تنزل عليهم كتابا من السماء فقد سألوا موسى أكبر من ذلك فقالوا أرنا الله جهرة فأخذتهم الصاعقة بظلمهم ثم اتخذوا العجل من بعد ما جاءتهم البينات فعفونا عن ذلك وآتينا موسى سلطانا مبينا ورفعنا فوقهم الطور بميثاقهم وقلنا لهم ادخلوا الباب سجدا وقلنا لهم لا تعدوا في السبت واخذنا منهم ميثاقا غليظا. ഈ ആയത്തുകളിൽ പറയുന്നത്, സൂറത്ത് നിസായിലെ ഈ ആയത്തിൽ പറയുന്നത് വറഫഅനാ ഫൗഖഹുമു ത്തൂറ ബിമീസാഖിഹിം, അവരുടെ ഉറപ്പിനെ സംബന്ധിച്ച് നാം അവരുടെ മീതെ തൂറിനെ ഉയർത്തുകയും ചെയ്തു. അതായത് അവരുടെ ഉറപ്പ്, ആ ഉറപ്പ് കാരണം, ആ ഉറപ്പ് കൊണ്ട് തന്നെ തൂറിനെ നാം അവരുടെ മേൽ ഉയർത്തി കാണിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവം വിവരിച്ച മറ്റൊരു സൂറത്ത് ആറാഫ് ആകുന്നു. അതിലും തന്നെ ഇടുത്തി ബാധിച്ച സംഭവവും വേറെ പല സംഭവങ്ങളും വിവരിച്ച ശേഷമാണ് 171 വചനത്തിൽ ഈ സംഭവത്തെ പറ്റി പ്രസ്താവിച്ചിരിക്കുന്നത്. വൈദ്ന തഖനൽ ജുബല എന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ച ആ ആയത്ത്. അതേമാതിരി തന്നെയാണല്ലോ ഇവിടെയും ഉള്ളത്. അഥവാ അള്ളാഹുവിനെ കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടതും അവർക്ക് ഇടുത്തി ബാധിച്ചതുമടക്കം പല വിഷയങ്ങളും വിവരിച്ച ശേഷമാണ് ഇവിടെയും ഈ സംഭവം ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേല്യർക്ക് ഇടുത്തി ബാധിച്ച സംഭവവും അവരുടെ മീതെ പർവ്വതം ഉയർത്തിയ സംഭവവും ഒന്നല്ല, രണ്ടും രണ്ടാണെന്നും സംശയത്തിനിടയില്ലാത്ത വിധം വ്യക്തമാണ്. അപ്പോ നേരത്തെ നമ്മളിവിടെ സൂറത്തുൽ ബഖറയിൽ തന്നെ പഠിച്ചിരുന്ന ആയത്തിൽ അവർ